ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആകപ്പാടെ നീയും ഇവള് മാത്രമല്ലേ അവനെ കണ്ടിട്ടുള്ളൂ. നീയൊക്കെ പറയുന്ന വെച്ച് ആരെങ്കിലും ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ആണുങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? പിന്നെ നിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണുങ്ങളെ മനസ്സിലാക്കുന്നതിലല്ലേ? ഒന്ന് പോടി അവിടെ. എടി പെണ്ണെ, നീ എന്താ കരുതിയേ? നിന്നെ ഞങ്ങൾ ഇവിടെ ഇറക്കി വിടുന്നോ? എടി, ഇത് നിനക്കൊരു പ്രാങ്ക് ആയിരുന്നു. ഇത്രയും നാൾ ഈ പ്രേമം ഞങ്ങളോടെല്ലാം നീ ഒളിച്ചു വെച്ചതിന് നിനക്കിട്ടുള്ളൊരു മുട്ടൻ പണിയായിരുന്നു ഇത്. എന്റെ പൊന്നു മോളെ, ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു. സോറി ചക്കരെ, ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. എല്ലാം പ്രാങ്കാ. നീ ഞങ്ങളുടെ പൊന്നു മുത്തല്ലേ. നിന്നെ ഞങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് ഇറക്കി വിടുവോ? നിന്റെ പ്രേമം വെച്ച് നിന്നെ ഒന്ന് പ്രാങ്ക് ചെയ്യുന്ന എല്ലാരും പറഞ്ഞപ്പോ ഞാനൊന്നും മിണ്ടിയില്ലെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാ നീ ഇവിടുന്ന് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോ എന്റെ ചങ്ക് പൊടിഞ്ഞു പോവായിരുന്നു. നിന്നോട് ഓരോ വാക്കുകൾ പറയുമ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ചിരിയായിരുന്നു. പക്ഷേ നിന്റെ കരച്ചിൽ കണ്ടപ്പോ ഞങ്ങൾ എല്ലാവരും തകർന്നുപോയി. ഒരു നിമിഷം എല്ലാം പൊളിഞ്ഞു പോകുന്നെന്ന് വിചാരിച്ചു. അച്ഛൻ കൂടി അറിഞ്ഞോണ്ട് തന്നെയാ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അച്ഛൻ വന്നിട്ട് ഇത് പൊളിക്കാവൂന്ന് നേരത്തെ പറഞ്ഞോണ്ടാ ഞങ്ങൾ ഇത്രയും നേരം പിടിച്ചു നിന്നത്. നിനക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ, ആ പയ്യൻ നിനക്ക് യോജിച്ച ആളാണെങ്കിൽ, പിന്നെ ഇവിടെ ആർക്കാ അതിലെ എതിർപ്പ്? ആ, അപ്പൊ നിനക്ക് പ്രേമിക്കാനൊക്കെ അറിയാല്ലേ? ഹരീഷ് സ്നേഹയെ വിളിച്ചപ്പോ നീയാണെന്ന് കരുതി അവൻ ഇവളോടൊരു ഉമ്മ ചോദിച്ചിരുന്നു. കാര്യം അറിയാതെ ഞാൻ ഇവളോട് കുറച്ച് ദേഷ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ഒന്ന് വിരട്ടിയപ്പോ ഇവള് സത്യം പറഞ്ഞു. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കളി. ഇതിന് അവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. എന്ത് പണി? ഒരു മുട്ടൻ പണി. ആ പണിയിൽ അവളങ്ങ് ഞെട്ടി വിറയ്ക്കണം. അവൾക്ക് മുൻപില് ഭൂമി പിളർന്നു പോകുന്ന പോലെ തന്നെ തോന്നുകയും വേണം. അതിൽ ഈ നെല്ലിശ്ശേരി വീട്ടിലെ അവൾ ഒഴിച്ച് എല്ലാവർക്കും റോളുണ്ട്. എല്ലാവർക്കും നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു ഉഗ്രൻ പ്രാങ്ക്. ഇപ്പോ എങ്ങനെയുണ്ട്? ഞെട്ടില്ലേ നീ? ആട്ടെ, ആ ചെക്കൻ സുന്ദരനാണോ? ഫോണിൽ കൂടി അവൻ എന്തൊരു ഒലിപ്പീരായിരുന്നു. ഇവൾ അവന് ഉമ്മ കൊടുത്തു പോകുന്ന പോലും ഞാൻ പേടിച്ചു. അയ്യോ അയ്യോ, എന്തൊരു നാണമാണ്. പിന്നെ അവനെന്താ ജോലി? പാട്ടുകാരന്. ഓ, അപ്പൊ പാട്ടിലാണ് നീ വീണത്. പാട്ടാണ് താരം. മോൾക്ക് യോജിച്ച പയ്യനാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പില്ല. രണ്ട് മനസ്സുകൾക്ക് തമ്മിൽ സ്നേഹം തോന്നുന്നത് ഒട്ടും തെറ്റല്ല. എല്ലാം ആലോചിച്ചും കണ്ടും ചെയ്യാൻ ഇവിടെ അച്ഛനും ഏട്ടന്മാരും ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. അവന് അമ്മയും ചേച്ചിയും ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ധനുഷേ, നീ അവനെ ഒന്ന് വിളിക്കണം ഇന്ന് തന്നെ.
എന്നിട്ട് അമ്മയും ചേച്ചിയും കൂട്ടി ഒന്ന് ഇവിടം വരെ വരാൻ പറയണം. ആ പെണ്ണ് കാണാനാണോ? അയ്യടാ, അവളുടെ ഒരു ധൃതി കണ്ടില്ലേ? ഉം. അയ്യടാ, ഇത് പെണ്ണ് കാണലല്ല, ചെറുക്കൻ കാണല. ആ അതെ. ആദ്യം ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് ബോധ്യപ്പെടുത്തേ, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. ഉം. ആദ്യത്തെ കൂടിക്കാഴ്ച ഇവിടെ വെച്ച് വേണ്ട, അവരോട് നമ്മുടെ റിസോർട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ആ ശരി അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ആ വൃന്ദാവനത്തിൽ നിന്നാണല്ലോ. ഹലോ, ആ അനൂപായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? ആ ഇവിടെയും ചില വിശേഷങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വന്നിട്ട് പറയാം. ഓക്കെ ശരി. എന്താ അച്ഛാ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നുവെന്ന്. ഇന്നെന്തായാലും ഒരു നല്ല ദിവസമല്ലേ, നമുക്കൊരു സദ്യ തന്നെ ഉണ്ടാക്കിയാലോ? അതിനെന്താ, ഞങ്ങൾ റെഡി. ആ എന്നാ പിന്നെ പെണ്ണുങ്ങൾ എല്ലാരും കൂടി അടുക്കളയിലേക്ക് ചെന്നാട്ടെ. പെണ്ണുങ്ങള് മാത്രമൊന്നല്ല, ആണുങ്ങൾക്കും ഒന്ന് സഹായിക്കാം. ആ അല്ല, പ്രേമിക്കുന്നവർക്കും വരാം. വാ, ഇങ്ങോട്ട് പാടി. വാ, നടക്ക്. വാ, വാ. വാ, വാ. സത്യം പറഞ്ഞോ, ധനുഷേട്ടൻ പറഞ്ഞപ്പോ ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്ന പോലെ തോന്നി. ഈ വൃത്തിയായിട്ടുള്ളാണെങ്കിൽ ഒരു സൂചന പോലും തന്നതുമില്ല. എന്നെ പ്രാങ്ക് ചെയ്യാണെന്ന് ഈ പൊട്ടിയായി എനിക്ക് മനസ്സിലായതുമില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ അതിന്റെ സുഖം പോയില്ലേ? നീ അല്ലാതെ ആരെങ്കിലും ഇവളെയും വിളിച്ചോണ്ട് അവനെ കാണാൻ പോവോ? എന്നോട് കൊച്ചു ചേച്ചിയോടോ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്തേനെ. അതിനിപ്പോ എന്തു പറ്റി? എല്ലാവരും അവളുടെ പ്രേമം അക്സെപ്റ്റ് ചെയ്തില്ലേ? ആകപ്പാടെ നീയും ഇവള് മാത്രമല്ലേ അവനെ കണ്ടിട്ടുള്ളൂ. നീയൊക്കെ പറയുന്ന വെച്ച് ആരെങ്കിലും ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ആണുങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? പിന്നെ നിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണുങ്ങളെ മനസ്സിലാക്കുന്നതിലല്ലേ? ഒന്ന് പോടി അവിടെ. ഞാൻ കണ്ടെടുത്തോളം അവൻ വലിയ കുഴപ്പമില്ലാത്ത പയ്യനാ. ഫാമിലി സാമ്പത്തികമായിട്ട് അത്ര ബെറ്റർ അല്ലാന്ന് തോന്നുന്നു.